ശൈത്യകാലം ആരംഭിച്ചതോടെ രാജ്യത്തേക്ക് ദേശാടന പക്ഷികളുടെ വരവ് തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി ഇനം പക്ഷിയിനങ്ങളാണ് അസമിലെ പോബിതൊറ വന്യജീവി സങ്കേതത്തിലേക്ക് പറന്നെത്തിയത്. പോബിതൊറയിലെ വിശേഷങ്ങൾ കാണാം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അസമിലെ മൊറിഗാവ് ജില്ലയിലുള്ള പോബിതൊറ വന്യജീവി സങ്കേതം. 38.8 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സങ്കേതത്തിൽ 16 ചതുരശ്ര കിലോമീറ്റർ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളാണ് വസിക്കുന്നത്. ഇവിടുത്തെ വറ്റാത്ത ജലാശയങ്ങൾ വിവിധതരം മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രമാണ്. കൂടാതെ ധാരാളം ദേശാടന ജലപക്ഷികളെയും നിരവധി സസ്തനികളെയും ഇവ ആകർഷിക്കുന്നുണ്ട്. 2022 കാണ്ടാമൃഗ ജനസംഖ്യാ സെൻസസ് പ്രകാരം പോബിതൊറ വന്യജീവി സങ്കേതത്തിൽ 30 ആൺ കാണ്ടാമൃഗങ്ങളും 50 പെൺ കാണ്ടാമൃഗങ്ങളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 107 ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുണ്ട്. ഇതിനു പുറമെയാണ് നിരവധി ദേശാടന പക്ഷികൾക്കുള്ള കേന്ദ്രമായി കൂടി പോബിതൊറ മാറുന്നത്. ഈ മാസം ആദ്യം മുതൽ ദേശാടന പക്ഷികൾ പോബിതൊറ വന്യജീവി സങ്കേതത്തിൽ എത്തിത്തുടങ്ങി. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ടിബറ്റൻ മേഖലയിൽ നിന്നുമാണ് കൂടുതലും ദേശാടന പക്ഷികൾ എത്തുന്നത്. 2024 69 ഇനം പക്ഷികൾ വന്യജീവി സങ്കേതത്തിൽ എത്തിയെന്നാണ് കണക്ക്. In our bird census, that around 56 to 60 species of water birds usually come to Pobitora. Those are actually among them around more than 60% are migratory. And along with that, some woodland birds are also there who used to come. But during the winter season, basically 56 of species we have already counted in last census. ഇവിടെ എത്തുന്ന ദേശാടന പക്ഷികൾ വിദേശ വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ആകർഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ടൂറിസം സീസണിൽ 35,000-ലധികം വിനോദസഞ്ചാരികളാണ് വന്യജീവി സങ്കേതം സന്ദർശിച്ചത്. ഈ വർഷം ഇതിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, അമൃത TV.